മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ SFIO കണ്ടെത്തിയ തെളിവുകൾ ആവശ്യപ്പെട്ടുള്ള ED അപേക്ഷ കൊച്ചി PMLA കോടതി ഇന്ന് പരിഗണിക്കും. വീണയ്ക്കെതിരെ തെളിവ് ശേഖരിക്കുന്നതിന്റെ ഭാഗമായാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കസ്റ്റഡിയിലെടുത്ത രേഖകൾക്കായി കോടതിയെ ED സമീപിച്ചിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി KK പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, വീണയെ ചോദ്യം ചെയ്യും. ആ ചോദ്യം ചെയ്യലിന് മുന്നോടിയായി തെളിവുകളെല്ലാം ശേഖരിക്കേണ്ടതുണ്ട് EDക്ക്. അതിനുള്ള നീക്കങ്ങളിലേക്കാണെന്ന് തോന്നുന്നു ED കടന്നിരിക്കുന്നത്, അല്ലേ? അതാണ് SFIO കണ്ടെത്തിയ 134ഓളം തെളിവുകളുണ്ട്. അതൊക്കെ തങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞ് കസ്റ്റഡി അപേക്ഷ കൊടുത്തിരിക്കുന്നത്, അല്ലേ? മായ, ഗുഡ് മോർണിംഗ്. ഏതായാലും ഈ കേസിന്റെ ഏറ്റവും നിർണായക ഒരു ഘട്ടത്തിലേക്കാണ് അന്വേഷണ സംഘം കടന്നിരിക്കുന്നത്. കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ തെളിവുകൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിരുന്നു. പക്ഷെ ആ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വീണ വിജയനെ പോലൊരാളിലേക്കോ CMRലേക്കോ എത്താൻ കഴിയുമോ എന്നൊരു ആശങ്ക അന്വേഷണ സംഘത്തിനുണ്ട്. സ്വാഭാവികമായും ഏതെങ്കിലും ഘട്ടത്തിൽ അത് വലിയ തരത്തിൽ ചോദ്യം ചെയ്യപ്പെടാനുള്ള സാഹചര്യമുണ്ട്. മാത്രമല്ല, പ്രതികൾ രക്ഷപ്പെടാനുള്ള ഒരു സാധ്യത കൂടി അന്വേഷണ സംഘം കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് CPM ഈ വിഷയത്തെ രാഷ്ട്രീയമായാണ് പ്രതിരോധിക്കുന്നത്. ആ ഒരു ഘട്ടത്തിൽ കൃത്യമായ തെളിവുകളുമായി രംഗത്തിറങ്ങാൻ തന്നെയാണ് അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മുഴുവൻ തെളിവുകളും ശേഖരിക്കുക എന്നുള്ളതാണ്. അത് ED അന്വേഷണത്തിന്റെ ഭാഗമായി കിട്ടിയത് മാത്രമല്ല, SFIO അന്വേഷണത്തിന്റെ ഭാഗമായി അവർ ശേഖരിച്ച തെളിവുകളുണ്ട്. അത് വീണ വിജയനും എക്സാലോജിക്കും അതുപോലെ തന്നെ CMRലുമായി ഇടപെട്ട് നടത്തിയ കരാറുകളുണ്ട്. അതോടൊപ്പം തന്നെ ഇതിന്റെ ലോണുമായി ബന്ധപ്പെട്ടെടുത്തുള്ള നീക്കങ്ങളുണ്ട്. അതിന്റെ തിരിച്ചടവുണ്ട്, IT റിട്ടേൺസ് ഉണ്ട്. ഇങ്ങനെ നിരവധിയായ ഇടപാടുകളുണ്ട്. ഈ ഇടപാടുകളെ സംബന്ധിച്ചുള്ള മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുക എന്നുള്ളതാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇത്തരത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഈ നീക്കം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. പൂർണ്ണമായി വിവരങ്ങൾ 54 ഭാഗങ്ങളായുള്ള രേഖകളാണ് SFIO കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. 134ഓളം തെളിവുകളുണ്ട് എന്ന് തന്നെയാണ്, രേഖകളുണ്ടെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഈ തെളിവുകൾ പൂർണ്ണമായും ശേഖരിക്കുന്നതോടുകൂടി ഇപ്പോൾ എൻഫോഴ്സ്മെന്റിന്റെ കയ്യിലുള്ള തെളിവുകളും ഒന്നിച്ചിരുത്തി വിലയിരുത്തിയ ശേഷം തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് കഴിഞ്ഞ ദിവസം ചേർന്ന ഉന്നതതല യോഗത്തിൽ തീരുമാനിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും CMRലും അതുപോലെ തന്നെ വീണയ്ക്കും എല്ലാം തന്നെ നോട്ടീസ് നൽകുന്ന നടപടിയിലേക്ക് കാര്യങ്ങൾ എത്തുക. നോട്ടീസ് നൽകി വിളിപ്പിക്കുമ്പോൾ സ്വാഭാവികമായി അടുത്ത നീക്കം ഉണ്ടാകേണ്ടത് ഈ പറയുന്ന കാര്യങ്ങളിൽ വ്യക്തതയില്ലെങ്കിൽ കടുത്ത നടപടികളിലേക്ക് അന്വേഷണ സംഘം പോകും. അങ്ങനെ പോകുമ്പോൾ രാഷ്ട്രീയമായി ഉയരുന്ന പ്രതിരോധത്തെ കൂടി ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇത്തരമൊരു നിർണായക നീക്കത്തിന്റെ ഉദ്ദേശം. ഏതായാലും ഈ അപേക്ഷ ഇന്ന് കോടതി പരിഗണിക്കുന്നുണ്ട്. കോടതിയുടെ ഭാഗത്തുനിന്ന് അനുകൂല തീരുമാനമുണ്ടായാൽ അതിശക്തമായ നീക്കങ്ങൾ എൻഫോഴ്സ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമായ. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. മാസപ്പടി കേസിൽ വീണ വിജയനെതിരെ SFIO കണ്ടെത്തിയ തെളിവുകൾ ആവശ്യപ്പെട്ടിട്ടുള്ള ED അപേക്ഷ കൊച്ചി PMLA കോടതി ഇന്ന് പരിഗണിക്കാൻ പോവുകയാണ്.